ഒരു പത്ത് കഴിഞ്ഞു, ഒരു ഭാഗം കഴിഞ്ഞു, അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മഗ്ഫിറത്തിന്റെ 10, മർഹമത്തിന്റെ 10, ഇത്ഖിന്റെ 10 എന്നിങ്ങനെ വേർതിരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ റഹ്മത്തിന്റെ 10 കഴിഞ്ഞു അല്ലെ. ഇനി അങ്ങോട്ട് നമുക്ക് റഹ്മത്ത് കിട്ടുന്നതല്ല എന്നല്ല എൻ്റെ അർത്ഥം. ഇനി അങ്ങോട്ട് മഗ്ഫിറത്താണ്. മഗ്ഫിറത്തിന്റെ 10 കഴിയുമ്പോൾ അതും ഇനി അങ്ങോട്ട് മഗ്ഫിറത്തില്ല. ഇനി അങ്ങോട്ട് എന്താണത്? ഇത്ഖ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്. റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ റഹ്മത്തിന്റെ മാസമാണ്, മഗ്ഫിറത്തിന്റെ മാസമാണ്. അതുപോലെ തന്നെ ഇത്ഖിന്റെ മാസമാണ്. റമദാനിന്റെ 1 മുതൽ 30 വരെയും അത് തന്നെയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ഹദീസിന്റെ പശ്ചാത്തലം നമ്മെ മനസ്സിലാക്കി തരുന്നത് നമ്മൾ ഗാഫിലീങ്ങളാണ്, നമ്മൾ അശ്രദ്ധരാണ്, എത്ര പറഞ്ഞാലും തിരിയാത്തവരാണ്. അതുകൊണ്ട് എത്ര പറഞ്ഞാലും ഓർക്കാത്തവരാണ്. അതുകൊണ്ട് ഓരോ 10 ശ്രേഷ്ഠതയുണ്ട്. ആ 10 നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിലും എന്ത് ചെയ്യും? ഒരു ശ്രദ്ധ, ഒരു ഓർമ്മ നമുക്കുണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് ആ രൂപത്തിൽ നമുക്ക് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് റമദാനിന്റെ ഒന്നാമത്തെ 10 കഴിയുമ്പോൾ റഹ്മത്ത് കഴിയുന്നു, രണ്ടാമത്തത് കഴിയുമ്പോൾ മഗ്ഫിറത്ത് കഴിയുന്നു, മൂന്നാമത്തത് കഴിയുമ്പോൾ ഇത്ഖും കൂടി കഴിയുന്നു, എല്ലാവരും തീർന്നു പോകുന്നു എന്ന ഒരു കാഴ്ചപ്പാട്, ഒരു അർത്ഥം, പിന്നെ അവിടെ ഒരു മനസ്സിലാക്കുന്ന ഒരു അധ്യായം അങ്ങനെ ഒരിക്കലും തന്നെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പുണ്യമായ റമദാൻ അത് റഹ്മത്തിന്റെ മാസമാണ്, ഗുഫ്റാന്റെ മാസമാണ്, മഗ്ഫിറത്തിന്റെ മാസമാണ്, ഇത്ഖിന്റെ മാസമാണ്. 1 മുതൽ 30 വരെയും അല്ലാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. പിന്നെ എന്തിനാണ് നമ്മൾ പള്ളിയിൽ നിന്ന് ഒന്നാമത്തെ 10 അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ, രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, മൂന്നാമത്തെ 10 അല്ലാഹുമ്മ അജ്ഇനി മിനൻ നാർ വ അദ്ഖിൽനി അൽ ജന്നത യാ റബ്ബൽ ആലമീൻ. എന്തിനാണ് നമ്മൾ ഇങ്ങനെ വേർതിരിച്ച് പറയുന്നത്? അങ്ങനെ പറയൽ പ്രത്യേകമായ സുന്നത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലും അങ്ങനെയില്ല. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ മുൻഗാമികൾ നമ്മെ ഇതിലേക്ക് അടുപ്പിക്കുകയാണ്. റമദാൻ 1 മുതൽ തീരുന്നത് വരെ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ടിരുന്നു പറഞ്ഞാല് നമുക്ക് മടുപ്പ് വരും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശേഖരിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി നൈൽ നദി കടന്ന് മറുകരയിലെത്തി. അവിടെ അവർ താമസിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കാൻ എങ്ങനെ? ഈ മന്ന വസ്സൽവ, എവിടുത്തെ ഭക്ഷണം? സ്വർഗത്തിലെ ഭക്ഷണമാണ്. പണിയൊന്നുമില്ല. രാവിലെ ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ മോളത്തിറങ്ങി വരും, അങ്ങനെ അവരത് കഴിച്ചോളാം. സ്വർഗത്തിലെ ഭക്ഷണം, ഒരു പണി അവർക്കില്ല. എണീക്കുക, ഭക്ഷണം കഴിക്കുക, വയറ് നിറക്കുക, സന്തോഷിക്കുക, പിന്നെയും കിടക്കുക. ഈ ഒരു പ്രോസസ് അവർക്ക് ഇങ്ങനെ ഡെയിലി ഇത് തന്നെ ആയപ്പോ മടുപ്പോ. അപ്പൊ പറഞ്ഞ മൂസാ നബിയോട്, നബിയെ ഒരു ചെറിയ ചേഞ്ച് വേണം. ഇതാണ് മനുഷ്യരുടെ അവസ്ഥ, ഒരു ചെറിയ ചേഞ്ച് വേണം. അള്ളാഹു സ്റ്റോപ്പ് ചെയ്തു. അതുവരെ അവർക്ക് എങ്ങനെയാ കിട്ടിയത്? ഒരു പണിയെടുക്കാതെയാണ് ഭക്ഷണം വന്നത്. അതോടുകൂടി അള്ളാഹു സ്റ്റോപ്പ് ചെയ്തു. പിന്നെ പറഞ്ഞു, ഭൂമിയിൽ കിടക്ക്, ഉള്ളി വരട്ടെ, വെള്ളരിക്ക വരട്ടെ, ആവശ്യമായ പച്ചക്കറികൾ വരട്ടെ, ഉള്ളിക്കിടക്ക് പണി തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ആ ഒരു അനുഗ്രഹത്തിന് അവർക്ക് മടുപ്പാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് ഒന്നാമത്തെ 10 മുതൽ ആദ്യം മുതൽ അവസാനം വരെ അല്ലാഹു പറഞ്ഞു പറയാം, ചിലപ്പോൾ മടുപ്പ്. ഇത് 10 കഴിഞ്ഞിട്ട് അടുത്ത 10 അല്ലാഹു മഗ്ഫിർ പറയുമ്പോൾ ഒരു പ്രത്യേക എനർജി, പുതിയ എന്തോ തുടങ്ങി എന്നൊരു തോന്നൽ. മനുഷ്യന്റെ സൈക്കോളജി മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങൾ, മഹത്തുക്കൾ നമുക്ക് അങ്ങനെയുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണിച്ചു തന്നത്. അത് മാത്രമാണ് അതിന്റെ അടിസ്ഥാനം. അല്ലാതെ ഒന്നാമത്തെ 10 കഴിയുമ്പോൾ അല്ലാഹുമ്മ റഹ്മനി ചൊല്ലൽ നിർത്താം എന്നല്ല. റമദാൻ മുഴുവൻ പറയാം. അതൊരു പ്രാർത്ഥനയാണ്. റഹ്മത്ത് ചെയ്യണേ റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ റബ്ബേ. ഈ 3 പ്രാർത്ഥനയും പിന്നെ അവസാനത്തിലുണ്ടല്ലോ, ഇത് നബി സല്ലല്ലാഹു, അത് അവസാനത്തെ 10 രണ്ടെണ്ണം വരുന്നു.
അഴുത്തുകൊമ്പനാണ്. അതായത് മോചനത്തിന്റെ 10 എന്ന് പറയുമ്പോൾ അതിന് അനുയോജ്യമായ ഒരു ദുആണ്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ ഒന്നും കൂടി പറയുന്നു, എന്താ? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അത് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രികളിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾ ഈ ഒരു ദുആ ചൊല്ലണേ എന്നൊരു പ്രഖ്യാപനമുണ്ട്. അതുകൊണ്ടാണ് അവസാനത്തെ 10ആണല്ലോ ലൈലത്തുൽ ഖദ്ർ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് എന്നുള്ളത് അവസാനത്തെ 10ൽ മാത്രമായി സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമ്മളോട് ചെല്ലാൻ പറയുന്നത്. എന്നാൽ മറ്റ് 3 ദുആകളും എല്ലാത്തിലും നമുക്ക് ചെല്ലാം. പിന്നെ ഒരു മഹാന്മാരും കൊണ്ട് കാണിച്ചിരുന്ന സിസ്റ്റത്തെ നമ്മൾ അങ്ങനെ തന്നെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ റമദാൻ മാസം സമാഗതമാകലോടുകൂടി അല്ലെങ്കിൽ റമദാൻ മാസം വന്ന് അത് തീരലോടുകൂടി നമ്മളെല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട് അല്ലാഹുവിന്റെ ഏറ്റവും ഭീകരമായ ശിക്ഷയാകുന്ന നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച് ഏറ്റവും സുന്ദരമായി അവന്റെ ഉമ്മ അവനെ എങ്ങനെയാണോ പ്രസവിച്ചത് ആ സമയത്ത് അവന്റെ മനസ്സ് എത്രമാത്രം നിഷ്കളങ്കമായിരുന്നുവോ ആ നിഷ്കളങ്കമായ നിലയിലാണ് റമദാൻ കഴിയലോടുകൂടി അവനാകുന്നത്. അതുകൊണ്ട് റമദാനിന്റെ എല്ലാ രാത്രികളിലും എല്ലാ സമയത്തും അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കണം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ദിവസവും 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. എന്താ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ? അസ്തഗ്ഫിറുല്ലാഹ് അലീം, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുമായിരുന്നു. ആരാണ്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുൻകഴിഞ്ഞ പാപങ്ങളും വരാൻ പോകുന്ന പാപങ്ങളും അങ്ങനെ ലിസ്റ്റിലേ ഇല്ല, എല്ലാം പൊറുക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസവും 70 ഇസ്തിഗ്ഫാർ ചെല്ലാൻ സമയം കണ്ടെത്തി. മറ്റൊരു റിവായത്തിൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം 70 അല്ല 100 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. നിസ്കാരത്തിന് ശേഷമുള്ള 3 അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തന്നെ നമുക്ക് മടിയാണ്. നിസ്കാരത്തിന് ശേഷമുള്ള 3 അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ തന്നെ നമുക്ക് സമയമില്ല, ഭയങ്കര തിരക്കാണ്. ഈ തിരക്ക് എവിടെയാണ് ചെന്ന് അവസാനിക്കുക? അസ്രായീൽ വരുമ്പോ അസ്രായീലിനോട് പറയാൻ പറ്റുമോ എനിക്ക് തിരക്കാണെന്ന് പറയാൻ പറ്റുമോ? അല്ലാഹുവേ ഞങ്ങൾ ആക്ടിവിറ്റി നന്നാക്കണേ റബ്ബേ. മാത്രമല്ല ഇസ്തിഗ്ഫാർ ചെയ്യലിന് മറ്റൊരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഖുർത്തുബി ഇമാം റബീഉ ഇബ്നു സുബൈഹ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഒരാൾ വന്നുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് ഒരു പരാതി പറഞ്ഞാൽ ജറൂബത്ത് അയാളുടെ ക്ഷേമത്തെ അയാളുടെ ഒരു ഐശ്വര്യമില്ലാത്ത ജീവിതത്തെ പരാതി പറഞ്ഞു. മഹാനവർ മറുപടി പറഞ്ഞു. ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ ചെയ്യ്. ഒന്നാമത്തെ ആൾ വന്നിട്ട് ചോദിക്കാണ്, പറയാണ് എനിക്ക് ഐശ്വര്യമൊന്നുമില്ല ജീവിതത്തിൽ, അപ്പൊ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്തിഗ്ഫാർ പറ, അതായത് അസ്തഗ്ഫിറുല്ലാഹ് പറ. രണ്ടാമത്തെ ആൾ വേറൊരാൾ വന്നു, ആരിലേക്ക്? ഹസൻ റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് പറഞ്ഞു, പരാതി പറഞ്ഞു, അൽ ഫഖറ, ദാരിദ്ര്യത്തെ പറഞ്ഞു. മഹാനെ എനിക്ക് ദാരിദ്ര്യമാണ്, അത് മാറണം. അയാളോട് പറഞ്ഞു, ഇസ്തിഗ്ഫാറില്ലാഹ്, നീ ഇസ്തിഗ്ഫാർ ചെയ്യുക, അല്ലാഹുവോട് പൊറുക്കലിനെ തേടുക. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, മഹാനവരെ എനിക്കൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി അല്ലാഹുവിനോട് അങ്ങ് ദുആ ചെയ്യണം. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, ഇസ്തിഗ്ഫാറില്ലാഹ്, നീ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടി ഇസ്തിഗ്ഫാർ ചെയ്യ്. വേറൊരാളോട് പറഞ്ഞു, അയാളുടെ ഒരു തോട്ടമുണ്ട്, ആ തോട്ടം വലിയൊരു പുഷ്പിക്കുന്നില്ല, അപ്പോൾ ഉണങ്ങിക്ക് പോവാണ്, അതൊരു പരിഹാരം എന്ന് പറഞ്ഞു. ഇസ്തിഗ്ഫാറില്ലാഹ്, അതിനും നീ ഇസ്തിഗ്ഫാർ ചെയ്യ്.
ഇതൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന പറഞ്ഞു, അല്ലയോ മഹാനവരുകളെ, അങ്ങയുടെ അടുക്കൽ പല പരാതികളുമായി അങ്ങയുടെ അടുക്കിലേക്ക് ആൾക്കാർ വന്നു. പക്ഷേ അന്ന് അവരോട് കൽപ്പിച്ചതല്ല, അവരെല്ലാവരോടും കൽപ്പിച്ചത് ഇസ്തിഗ്ഫാർ ചെയ്യാനാണ്. ഇവരൊക്കെ പറഞ്ഞ ആവശ്യങ്ങൾ എന്താ? ചില ഹോസ്പിറ്റലിൽ പോയാൽ ഏത് രോഗത്തിനും വാങ്ങണം. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ ഏത് രോഗത്തിനും ഒരു പിങ്ക് കളർ അല്ലേ മറോണ ഒരു കളർ വരുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ പറയും എന്തിന് ഇതല്ല അല്ലേ എന്ന് പറയും. അതിൻ്റെതായ ഗുണങ്ങൾ ചിലപ്പോൾ അതിലുണ്ടാകും അല്ലേ. ഇതേപോലെ പറഞ്ഞോട് പല പരാതികൾ പറഞ്ഞപ്പോ എല്ലാത്തിനും അന്ന് പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ്. എന്താണ് അതിന്റെ അടിസ്ഥാനം? പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല, എന്റേതായ അഭിപ്രായം ഞാൻ പറഞ്ഞതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കൽ തേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനാണ്. ഗഫാർ പറഞ്ഞാൽ നല്ലോണം പൊറുക്കുന്നവനാണ് എന്നാണ്. നല്ലോണം പൊറുക്കുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് അല്ലാഹുവിനോട് പൊറുക്കൽ തേടുക. എന്നാൽ ഇടമുറിയാതെയുള്ള മഴയെ അല്ലാഹു നിങ്ങൾക്ക് അയക്കും. ഈ മഴയെ ഭൂമിയിൽ മഴ വന്നാൽ എന്താ ഗുണം? നമ്മുടെ കൃഷികള് ഒന്ന് കായ്ക്കും, മരങ്ങൾ കായ്ക്കും, ഇവിടെ പച്ചപ്പുണ്ടാകും, ഐശ്വര്യം വരും. മാത്രമാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനാണ്. ഇസ്തിഗ്ഫാർ ചെയ്താലുള്ള ഗുണമാണ് ഖുർആനായത്തിലൂടെ മഹാനായ ഹസൻ റളിയല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സമ്പത്ത് കൊണ്ട് സഹായിക്കും. പറഞ്ഞ ദാരിദ്ര്യം പറഞ്ഞോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞില്ലേ? ദാരിദ്ര്യത്തിന്റെ പ്രശ്നം പറഞ്ഞപ്പോ ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞില്ലേ? എന്താണ്? സമ്പത്ത് കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിക്കും. ഒരാൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഒരാള് എന്താണ് പറഞ്ഞത്? മക്കളില്ല അല്ലെ? പല ആൾക്കാർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് കുട്ടികളില്ല. ഫിസിക്കലി രണ്ടാൾക്കും ഒരു പ്രശ്നവുമില്ല, കുട്ടികളില്ല. അത് റബ്ബിന്റെ തീരുമാനമാണ്. ചൊല്ലിക്കോ ഇസ്തിഗ്ഫാർ. നിങ്ങൾക്കറിയുന്നവർക്ക് പറഞ്ഞു കൊടുത്തോ, ധൈര്യമായിട്ട് പറയാം. അത് ഖുർആനാണ്. നിങ്ങളെ അവൻ സഹായിക്കുന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് സന്താനം കൂടി നൽകിയിട്ട് അല്ലാഹു സഹായിക്കും. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗങ്ങൾ നൽകും. അത് മാത്രമല്ല, അതിൽ നിങ്ങൾക്ക് അരുവികളെയും അല്ലാഹു നൽകും. ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾക്കും മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു ഇസ്തിഗ്ഫാർ ചെയ്യണേ എന്ന ഒറ്റ മറുപടി ഒതുക്കിയിട്ടുണ്ടെങ്കിൽ മഹാനവറുകൾ പറഞ്ഞത് അഭിപ്രായമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറഞ്ഞത്. ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യൽ ധാരാളം ഗുണങ്ങൾ, നേട്ടങ്ങൾ നമുക്കുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ ആ ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും അനുയോജ്യമായ ഒരു മാസം കൂടിയാണ് പുണ്യമായ ഈ റമദാൻ മാസം. ഇന്ന് 11 നോമ്പായി. അടുത്ത വ്യാഴാഴ്ച ഞാൻ നേരത്തെ പറഞ്ഞു, അടുത്ത വ്യാഴാഴ്ച 17ആണ്. 17 കഴിഞ്ഞാൽ ഒന്നും വേണ്ട, അല്ലാഹു ചെല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ റമദാൻ കഴിഞ്ഞു. 11ാമത്തെ നോമ്പ് അസ്റിയോട് കൂടി അതിന്റെ എങ്കിലേക്ക് കയറിയില്ലേ? റമദാൻ ഇങ്ങനെ തീരുകയാണ്. റമദാൻ എല്ലാ കൊല്ലവും വരും. ഈ ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നത് വരെ റമദാൻ ഉണ്ടാകും. ഈ പറയുന്ന നമ്മളുണ്ടാകുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് കിട്ടിയ റമദാനിനെ ഉപയോഗപ്പെടുത്തുക. എല്ലാ സമയത്തും അപ്രാർത്ഥനകൾ ചെയ്യാൻ നമുക്ക് കഴിയണം എന്നില്ല, എങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമുക്ക് കഴിയുമല്ലോ. പ്രത്യേകം എണ്ണം പിടിക്കേണ്ട ആവശ്യമുണ്ടോ? അറിയേണ്ടപ്പോഴൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്യുക. വണ്ടി ഓടിക്കുമ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്തു. നമുക്ക് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പോയി
പഠിച്ചതുപോലെ റമളാനിനെ പ്രത്യേകമായി നമ്മൾ ചെയ്യുമ്പോൾ, റമളാനിനെ പ്രത്യേകമായി നമ്മൾ കാണുമ്പോൾ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകമായ പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിനെ ഓരോ നിമിഷത്തെയും കൃത്യമായി ഉപയോഗിക്കാൻ, ഇബാദത്തുകളെ കൊണ്ട് ഉപയോഗിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയും ഒരുപാട് റമളാനുകൾ ഈമാനോടുകൂടി പ്രതിഫലം പ്രതീക്ഷയോടുകൂടി ചെലവഴിക്കാൻ അല്ലാഹു നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പുണ്യമായ ഈ പള്ളിയെ ഒരുപാട് ആൾക്കാർ സഹായിച്ചവരുണ്ട്. ഈ പള്ളിയുടെ മുകൾ നില കെട്ടാൻ സഹായിച്ച സഹോദരൻ, അതിന്റെ പണി പൂർത്തീകരണത്തിലേക്ക് സഹായിച്ച സഹോദരങ്ങൾ, അതുപോലെ തന്നെ ഇനിയും സഹായിക്കാനിരിക്കുന്നവർ, നമ്മുടെ മദ്രസയെ സഹായിക്കുന്നവർ, അങ്ങനെ ഈ മഹല്ലിന്റെ ദീനി സ്തംഭങ്ങളെ സഹായിച്ച് ദീനി അടയാളങ്ങളെ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പള്ളിയിലെ റമളാനിന്റെ നോമ്പ് തുറക്ക് വേണ്ടി സഹായിക്കുന്നവർ, അതുപോലെ തന്നെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഉസ്താദുമാർക്ക് നോമ്പ് തുറ ഏർപ്പാട് ചെയ്യുന്നവര്, ഈ പള്ളിയിൽ ഈ മദ്രസയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്നവർ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി നാളെ ജന്നാത്തുൽ ഫിർദൗസിലേക്കുള്ള ഒരു കാരണമാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മഹലിൽപ്പെട്ട ഒരു സഹോദരന്റെ ഭാര്യ കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ല, അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച ചെറിയ പ്രായം പെട്ടെന്നാണ് സ്ട്രോക്ക് വന്ന് പിന്നെ ബുദ്ധിമുട്ടായത്. സ്ട്രോക്കിന് വലിയ കാരണങ്ങളൊന്നും വേണ്ടല്ലോ, പെട്ടെന്നാണ് സംഭവം ഉണ്ടാകുന്നത്. സങ്കടമാണ്, ചെറിയ പ്രായമാണ്. ഇത്തരം രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടായിട്ടും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗങ്ങളും നമ്മയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ സഹോദരിയെ അല്ലാഹു പെട്ടെന്ന് തന്നെ ആരോഗ്യമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിഹഖി വജാഹി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. اللهم صل على المصطفى حبيب الله سيدنا محمد النبي وعلى اله وصحبه وسلم.